게임을 위해서 개인정보는 사전에 공개할 수 없습니다. 이건 게임일 뿐입니다. 게임의 규칙만 잘 지키면 약속된 상금과 함께 무사히 이곳을 나가실 수 있습니다. 저 상금이 대충 얼마나 되나요? 참가자는 게임을 임의로 중단할 수 없다. 게임을 거부하는 참가자는 탈락으로 처리된다. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്ക്വിഡ് ഗെയിംസ് എന്ന് പറഞ്ഞ അടിപൊളി വെബ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം എന്ന് പറയുന്നത് ഈ ഒരു ബാക്കിയുണ്ടായിരുന്ന പ്ലേയേഴ്സിന് എല്ലാവരോട് കൂടിയിട്ട് സ്റ്റാഫ് മെമ്പേഴ്സ് കൊണ്ടുപോയി മറ്റൊരു ഗെയിം കളിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗെയിം കളിക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് ടീം അടങ്ങുന്ന ഒരു പെയറായിട്ട് മാറാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് മെമ്പേഴ്സ് തമ്മിൽ ഓപ്പോസിറ്റ് ചെയ്താണ് കളിക്കേണ്ടത്. ഇതിൽ ജയിക്കുന്നവർ അടുത്തൊരു ഗെയിമിലേക്ക് സെലക്റ്റഡ് ആവുകയും എന്നാൽ തോൽക്കുന്നവരാകട്ടെ ഓൺ ദ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിയോക്സോ ആകട്ടെ ജയിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ സാങ്കോ ആകട്ടെ അലീനായിട്ട് ഓപ്പോസിറ്റ് ചെയ്ത് കളിച്ചിട്ട് അലീനെ വെടിവെച്ച് കൊല്ലുകയും സാങ്കോ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതേസമയം നമ്മുടെ ജീഹുവിനും ഇല്ലാമും തമ്മിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മുടെ ഇല്ലാമ മരിച്ചു പോവുകയും ജീഹുവിന് പാസ്സായി പോവുകയുമായിരുന്നു ചെയ്തിരുന്നത്. അതേപോലെ നമ്മുടെ സൈബയൊക്കെ അവളുടെ ജിയോങ് എന്ന് പറഞ്ഞ മറ്റൊരു കൂട്ടുകാരിയുമായിട്ടായിരുന്നു കളിച്ചിരുന്നത്. അവൾ മരിച്ചു പോയിട്ട് നമ്മുടെ സൈബയൊക്കെ ആയിരുന്നു അടുത്തൊരു ഗെയിമിലേക്ക് സെലക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു കഴിഞ്ഞ വീഡിയോയുടെ അവസാനം എന്ന് പറയുന്നത്. തുടർന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു വീഡിയോയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കാണുന്നത് ആ ഒരു ഗെയിം പാസ്സായിട്ടുള്ള എല്ലാ പ്ലേയേഴ്സും തന്നെ ഇപ്പോൾ അവരുടെ റൂമിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം നിരാശയോടാണ് അവർ കടന്നു വരുന്നത്. ഏറ്റവും ആദ്യം ഡിയോക്സോ ആയിരിക്കും കടന്നു വരുന്നത്. അപ്പോൾ അവൻ നോക്കുന്ന സമയത്ത് നമ്മുടെ മിന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയാകട്ടെ അവൾ അവിടെ ബെഡിൽ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുന്നതൊക്കെ കാണുന്നു. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൻ്റെ മെയിൻ തിയറി എന്ന് പറയുന്നത് ഫെയർ ആയിട്ട് കളിക്കുക എന്ന് മാത്രമായിരുന്നു. അപ്പോൾ നമ്മുടെ മിന്നു ആയിട്ട് അവൾക്ക് ആ ഒരു മെമ്പറിനെ കിട്ടാത്തതുകൊണ്ടാണ്, അതായത് ഒറ്റ സംഖ്യ വന്നതുകൊണ്ടായിരുന്നു അവൾക്കൊരു പെയറിനെ കിട്ടാതെ വരുന്നത്. ആ ഡോക്ടർ മരിച്ചത് കൊണ്ട് തന്നെ ഒറ്റ സംഖ്യ ആവുകയും അതുകൊണ്ട് തന്നെയായിരുന്നു അവൾക്ക് ആ ഒരു പെയറിനെ കിട്ടാതെ വരുന്നത്. അതുകൊണ്ട് അവൾ ഒരു തെറ്റും ചെയ്യാത്ത കാരണം ആ ഒരു സ്റ്റാഫ് അവളെ കൊല്ലാതെ വിടുകയും ഈ റൂമിലേക്ക് കൊണ്ടുവന്ന് കെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഡിയോക്സിനായിട്ട് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ മിന്നു ആകട്ടെ ഡിയോക്സിനെ കളിയാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതേ സമയം നമ്മുടെ ഓവർസിയറിനെ കാണിക്കുകയാണ്. അവനാകട്ടെ അവൻ്റെ റൂമിൽ നിന്ന് ഒരു കോൾ വരുന്നുണ്ട്. അതിനോട് ഓവർസിയർ വന്നിട്ട് ആ ഒരു കോൾ എടുക്കുന്ന സമയത്ത് ആ ഒരു കോളിലൂടെ പറയുന്നുണ്ടായിരിക്കും VIPs ഒക്കെ വരാറായെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കോളിലൂടെ പറയുന്നു. അപ്പോൾ അവൻ ആ കോൾ കട്ട് ചെയ്തതിനു ശേഷം നേരെ പോയിട്ട് ഗൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയുകയാണ് ഇവിടെ ഒളിച്ചു നിൽക്കുന്ന ആരാണെങ്കിലും അയാളുടെ മര്യാദയ്ക്ക് പുറത്ത് വരാനായിട്ട് പറയുന്നു. അപ്പോൾ ആക്ച്വലി അവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ജുൻഹോ എന്ന് പറഞ്ഞ പോലീസുകാരൻ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് നമ്മുടെ ഓവർസിയറിന് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം കോൾ വന്ന സമയത്ത് അവൻ നേരെ കോൾ വെച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. എന്നാൽ പിന്നീട് നമ്മുടെ ജുൻഹോ എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ വന്നിട്ട് ട്രൈ ചെയ്ത ശേഷം ആ ഒരു കോൾ വയ്ക്കുന്ന സമയത്ത് ആ ഒരു ഫോൺ നേരെ തല തിരിച്ചിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ജുൻഹോ എന്ന് പറഞ്ഞ പോലീസുകാരൻ ഇങ്ങനെ ചെയ്തിട്ടുള്ള കാര്യം നമ്മുടെ ഓവർസിയറിന് വേഗം തന്നെ മനസ്സിലാവുകയും അതുകൊണ്ട് തന്നെയായിരുന്നു അവൻ ആ ഗൺ എടുത്തിട്ട് വേഗം പുറത്ത് വരാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജുൻഹോ എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനാകട്ടെ ഒരു പ്രത്യേക പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ചിങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഒളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഓവർസിയറിന് മറ്റൊരു കോൾ വന്നിട്ട് പറയുകയാണ് ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്, അതായത് ഈ ഒരു ദ്വീപിൻ്റെ തന്നെ മറ്റൊരു സൈഡിലായിട്ട് ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് ഒരു കോൾ ഈ ഒരു ഓവർസീന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൾ അവിടെ കട്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഓവർസീർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജുൻഹോയ്ക്കും വളരെയധികം ആശ്വാസമാകുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്ന ആ റൂമിലുള്ള പ്ലേയേഴ്സിനാണ്. ഇപ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വെറും 17 എണ്ണമായിരുന്നു. അപ്പോൾ അവരാകട്ടെ വളരെയധികം സാഡായിട്ടാണ് അവിടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ഗെയിമോട് കൂടി അവർക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചു പോയതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ നിരാശരായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ആളുണ്ടായിരുന്നു, അയാളുടെ അയാളുടെ വൈഫിനെ കൂടിയിട്ടായിരുന്നു ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഗെയിമോട് കൂടി കഴിഞ്ഞ ഗെയിമിൻ്റെ റൗണ്ടോട് കൂടിയിട്ട് അയാളുടെ ഭാര്യ മരിച്ചു പോവുകയും എന്നാൽ അയാൾക്കാകട്ടെ വളരെയധികം സാഡായിട്ട് അയാളുടെ കൺട്രോൾ പോയിട്ട് എല്ലാവരുമായിട്ട് നിങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഭ്രാന്തമായിട്ടുള്ള ഗെയിമാണ്, നമുക്ക് ഇപ്പോൾ വോട്ട് ചെയ്താൽ ഈ ഒരു ഗെയിം ടെർമിനേറ്റ് ചെയ്ത് കളയാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അലറി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കും നമ്മുടെ സാങ്കോ ആകട്ടെ അയാളുടെ അടുത്ത് ചൂടായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സൂയിസൈഡ് ഇപ്പോൾ മരിച്ചു പോകാം, എന്നാൽ ഞങ്ങളിപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടാണ് നിൽക്കുന്നത്, എന്നാൽ നിങ്ങൾ വന്നിട്ട് വെറുതെ അലമുണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സാങ്കോ വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇത്രയും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് പകരം നിങ്ങൾക്ക് മരിച്ചു പോയിക്കൂടെ എന്ന് ചോദിച്ചിട്ട് ഇയാളുടെ അടുത്ത് ചൂടാകുന്നു. അപ്പോൾ ഇത് കേൾക്കും നമ്മുടെ ജീവനാകട്ടെ ഒരു കാര്യം മനസ്സിലാവുകയാണ്, എത്രത്തോളം ഗ്രീഡിയാണ് തൻ്റെ സുഹൃത്ത് എന്നുള്ള കാര്യം അപ്പോഴാണ് നമ്മുടെ ജീവന് മനസ്സിലാവുന്നത്. ഇതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ഈ ആ ഒരു ഓവർസിയർ ആയിട്ട് ആ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഡെഡ് ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ജുൻഹോ ആകട്ടെ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആ ഒരു ദ്വീപിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആ ഒരു കടലിൻ്റെ അവിടെ വെച്ചിട്ട് ഒരാളുടെ പോക്കറ്റിലേക്ക് അയാളുടെ ID വെച്ചിട്ട് അവൻ്റെ ID വെച്ചിട്ട് അവൻ താഴത്തേക്ക് തള്ളിയിട്ടുണ്ടായിരുന്നില്ലേ, അയാളുടെ ഡെഡ് ബോഡി ആയിരുന്നു ഇപ്പോൾ ആ ഒരു സ്റ്റാഫ് മെമ്പേഴ്സൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഓവർസിയർ വന്നിട്ട് കണ്ടിട്ട് ഈ ഡെഡ് ബോഡിയുടെ ഉള്ളിൽ നിന്നും ആ ഒരു ജുൻഹോ എന്ന് പറഞ്ഞ പോലീസുകാരൻ്റെ ID എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഓവർസിയർ ആയിട്ട് വളരെയധികം ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം എന്താണ് നമ്മൾ പിന്നീട് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനമാക്കിയിട്ട് പറയുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു
ID നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഓവർസിയറിന് ഒരു കോൾ വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു കോൾ എടുക്കുന്ന സമയത്ത് ആ ഒരു കോളിൽ ഇങ്ങനെയായിരിക്കും പറയുന്നുണ്ടായിരിക്കും, അതായത് ആ ഒരു VIPs എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടെന്നായിരിക്കും ആ ഒരു കോളിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഈ ഒരു ഓവർസിയർ ആയിട്ട് അവിടെ നിന്ന് നേരെ അവൻ്റെ ബോസിനെ കാണാനായിട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു ബോസ് ആയിരിക്കും ഈ ഒരു ഗെയിമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോസിൻ്റെ അടുത്ത് വന്നിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ബോസ് പറയും ഞാൻ അവിടേക്ക് വരുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ബോസ് ആകട്ടെ അവൻ്റെ തലയിൽ ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതേപോലെ തന്നെ ഒരു മഞ്ഞ കളറിലുള്ള ഒരു പാവയുടെ മുഖമായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. ആ മുഖംമൂടി ഇറക്കി വെച്ചതിന് ശേഷം ഈ ഒരു ഓവർസിയറിനോട് പറയും ഞാൻ അവിടേക്ക് വരുന്നില്ല, നീ തന്നെ പോയിട്ട് ആ ഒരു VIPസിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഈ ഒരു ഗെയിം കാണിച്ചു കൊടുക്കുന്നൊക്കെ നമ്മുടെ ഈ ഒരു ഓവർസിയറിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ നമ്മുടെ ഓവർസിയറായിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവൻ നേരെ ഈ ഒരു VIPസിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുതിരപ്പന്തയം പോലെ നിങ്ങൾ കമ്പയർ ചെയ്യുക. ഈ ഒരു കുതിരപ്പന്തയത്തിൽ കാണാൻ വേണ്ടിയും ബെറ്റ് വെക്കാൻ വേണ്ടി വരുന്നവരുമായിരുന്നു ഈ ഒരു VIPs. അപ്പോൾ ഈ ഒരു കുതിരപ്പന്തയം നടത്തുന്ന മെയിനായിട്ട് ചാർജ് ചെയ്ത് നടത്തുന്ന ഒരാളാണ് ഈ ഒരു ഓർഗനൈസർ എന്ന് പറയുന്ന ആ ഒരു മെയിൻ തലവൻ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഈ ഒരു ഓവർസിയർ. അപ്പോൾ അവൻ്റെ കീഴിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ, അതായത് എപ്പോൾ കളിക്കണം, എന്ത് കളിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ഓവർസിയർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഓവർസിയറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓരോ സ്റ്റാഫുകളും ഈ ഒരു ഗെയിമിൻ്റെ ഇടയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കുതിരകളെ പോലെയായിരുന്നു ഈ ഗെയിമിൻ്റെ ഉള്ളിലെ ഈ ഓരോ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഗെയിമിനെ പറ്റിയുള്ള മെയിനുള്ള കാര്യമെന്ന് പറയുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് ഈ ഒരു ഓവർസിയർ വന്നിട്ട് ഈ ഒരു VIPസിനൊക്കെ വിളിച്ചിട്ട് പറയുകയാണ് ഓർഗനൈസർ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാനായിരിക്കും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പ്രത്യേക റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്ന ആ റൂമിലുള്ള പ്ലേയേഴ്സിനാണ് എല്ലാവരും തന്നെ വളരെയധികം പേടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. കാരണം ഇന്ന് രാത്രി ആരേനെ കൊല്ലുമെന്ന് ഉറപ്പില്ലാത്ത കാരണം തങ്ങളേനെ കൊല്ലുമോ എന്ന് പേടിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും തന്നെ ഉള്ളത്. അപ്പോൾ ഇതേ സമയം ആ ഒരു ഭാര്യ മരിച്ചിട്ടുണ്ടായിരുന്ന ആളാകട്ടെ വളരെയധികം ടെൻഷൻ അടിച്ച് കുറ്റബോധം തോന്നിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ സാങ്കു വന്നിട്ട് അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂയിസൈഡ് ചെയ്യുകയാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് അയാൾ അതിനെപ്പറ്റി വീണ്ടും ആലോചിച്ച് അവസാനം അയാളുടെ ബെങ്ക്ബണ്ടിൻ്റെ മുകളിൽ അയാൾ കയറി നിന്ന് അയാളുടെ ബെഡ്ഷീറ്റ് ഉപയോഗിച്ചിട്ട് അയാൾ സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേ സമയം ഈ ഒരു കാര്യങ്ങൾ കാണുന്ന ആ ഒരു VIPസിൽ ഉണ്ടായിരുന്ന ഒരാളാകട്ടെ വളരെയധികം ദേഷ്യപ്പെട്ടിട്ട് വളരെയധികം ഓളി എടുക്കുന്നുണ്ട്. കാരണം അയാളാകട്ടെ ഈ ഒരു പ്ലെയറിൻ്റെ മുകളിൽ നിന്ന് ബെറ്റ് വെച്ചിട്ടുണ്ടായത് $1 മില്യൺ ആയിരുന്നു ഇയാളുടെ പ്ലെയറിൻ്റെ മുകളിലിട്ട് ബെറ്റ് വെച്ചിട്ടുണ്ടായത്. അത് കേൾക്കുന്ന മറ്റുള്ള VIPs ആകട്ടെ വളരെയധികം ചിരിച്ചിട്ട് പറയുകയാണ് ഇതൊക്കെ ഒരു തമാശയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു VIPസിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ഒരു VIPs ഒക്കെ വളരെ ക്യാഷ് ഉള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു മോണിറ്ററിലൂടെ ആയിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലേയേഴ്സിൻ്റെ കളികളൊക്കെ ഇവർ വ്യക്തമായിട്ടിരുന്ന് കാണുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു ഡ്രിങ്ക്സ് കൊണ്ടുവരാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ഡ്രിങ്ക്സ് വന്നുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്തേക്ക് നമ്മുടെ ജുൻഹോ എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ വന്നിട്ട് ഗണ്ണ് ചൂണ്ടിയിട്ട് ആളിനെ കൊന്നു കളയുകയും അതുപോലെ തന്നെ അയാളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ ഒരു ഫോൺ എടുത്തിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോൺ എടുത്തിട്ട് റെക്കോർഡർ ഓൺ ആക്കിയിട്ട് അവൻ്റെ സ്ലീവിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ ഒരു ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് ഈ ഒരു VIPസിൻ്റെ ഇടയ്ക്ക് പോകുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. ഇപ്പോൾ ആ ഒരു പ്ലേയേഴ്സൊക്കെ കിടക്കുന്ന സ്ഥലത്തെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ട് അലാറമൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കുറച്ച് ആളുകളായിട്ട് കുറച്ച് സ്റ്റാഫുകളായിട്ട് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ഒരു പെട്ടി ആക്കിയിട്ട് വരുന്നു. അപ്പോഴാണ് ആ ഒരു ബാക്കിയുള്ള പ്ലേസിനൊക്കെ ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് ഇന്നലെ തൻ്റെ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെയധികം മാഡായിട്ട് നടക്കുന്ന ആളാകട്ടെ ഇപ്പോൾ സൂയിസൈഡ് ചെയ്തിരിക്കുന്ന കാര്യം ബാക്കിയുള്ള പ്ലേസിന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ആ ഒരു ബോഡി അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ജുൻഹോ എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനാകട്ടെ വേഷം മാറിയിട്ട് ആ ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് ആ ഒരു VIPസിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ കൂൾ ഡ്രിങ്ക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു VIP ഇരിക്കുന്നതായിരിക്കും. ആ ഒരു VIP ആയിട്ട് ഹോമോസെക്ഷൽ ആയിരിക്കും, അതായത് സ്വന്തം ലിംഗത്തിനോട് മാത്രമായിരിക്കും അയാൾക്ക് സെക്സിനുള്ള താല്പര്യം തോന്നിയിട്ടുണ്ട്. അങ്ങനെ അയാൾക്ക് നമ്മുടെ ജുൻഹോനെ കാണുമ്പോൾ വളരെയധികം ഇഷ്ടമായിട്ട് തൻ്റെ അടുത്ത് വന്നിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജുൻഹോയും അവിടേക്ക് ചെല്ലുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് ഈ ഒരു പ്ലേയേഴ്സിന് എല്ലാവരുടെയും തന്നെയും അലാറം അടിച്ചിട്ട് നേരെ അടുത്ത ഗെയിം കളിക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു VIPസിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പ്ലേയേഴ്സിനോട് അടുത്ത ഗെയിം കളിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്ത ഗെയിമിന് കളിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് അവരുടെ ഒരു വൈറ്റ് എംറ്റി റൂം, അതായത് കുറച്ച് 2 ഗെയിമിന് മുൻപായിട്ട് ഇതേപോലെ തന്നെയായിരുന്നു ഇവരെ കൊണ്ടുപോയത്. ആ ഒരു വൈറ്റ് എംറ്റി റൂമിലേക്ക് തന്നെ ഇവരെ വീണ്ടും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ റൂമിലാകട്ടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 16 നമ്പറുള്ള ജേഴ്സികൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ 16 പ്ലേയേഴ്സ് മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. പെട്ടെന്ന് അവിടേക്ക് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് ഓരോ പ്ലേയേഴ്സിനോടും ഓരോ ജേഴ്സി സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോൾ എല്ലാ പ്ലേയേഴ്സും മിഡിൽ കിടക്കുന്ന ജേഴ്സികൾ സെലക്ട് ചെയ്യാനായിട്ടാണ് തീരുമാനിക്കുന്നത്. കാരണം ഫസ്റ്റ് വരുന്നതും ലാസ്റ്റ് വരുന്നതും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയധികം സമയം നമുക്ക് മുൻപിൽ ഉണ്ടെങ്കിലും ചാൻസ് ഓഫ് വിന്നിംഗ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. എന്നാൽ ലാസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചാൻസ് ഓഫ് വിന്നിംഗ് വളരെയധികം കൂടുതലാണെങ്കിലും നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിയോക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗാങ്സ്റ്റർ ആയിട്ട് എല്ലാവരും തള്ളി മാറ്റിക്കൊണ്ട് ആ ഒരു മിഡിൽ കിടക്കുന്ന ജേഴ്സിയൊക്കെ എടുത്തിടുന്നുണ്ട്. അതേസമയം നമ്മുടെ ജീഹുവിൻ്റെ അവസരം വരുന്ന സമയത്ത് അവന് ഏറ്റവും തുടക്കത്തെയും അതുപോലെ തന്നെ ലാസ്റ്റത്തെ ജേഴ്സിയും മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അങ്ങനെ അവൻ പോയിട്ട് ഫസ്റ്റത്തെ ജേഴ്സി എടുക്കുന്ന കാരണം ഒത്തിരിയധികം സമയമുണ്ടല്ലോ, അപ്പോൾ ചെയ്തു തീർക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ ഏറ്റവും ആദ്യം ജേഴ്സി എടുക്കാൻ പോകുന്ന സമയത്ത് മറ്റൊരു പ്ലെയർ വന്നിട്ട് ഇത് എനിക്ക് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീവൻ അതെടുത്ത് കൊടുത്തിട്ട് അവൻ നേരെ പോയിട്ട് ലാസ്റ്റത്തെ ജേഴ്സിയാണ് ഇടുന്നത്. അതിനുശേഷം ഈ ഒരു പ്ലേയേഴ്സിന് എല്ലാവരും മറ്റൊരു ഹാളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ഹാളിലാകട്ടെ ഒത്തിരിയധികം ലൈറ്റ് ഇട്ടിട്ട് ഒരു പ്രത്യേക തരം ഗ്ലാസ് ഷീൽഡ് എടുക്കുന്നതൊക്കെ കാണും. അപ്പോൾ ഒരു ബ്രിഡ്ജ് പോലെയാണ് ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് അവിടെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ്സിലാകട്ടെ ചിലത് ടെമ്പററി ഗ്ലാസും അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ബിൽഡ് ഗ്ലാസും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ടെമ്പററി ഗ്ലാസ് ചവിട്ടി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഗ്ലാസ് പൊട്ടുകയും നമ്മൾ നിലത്ത് വീണ് ചാവുകയും ചെയ്യുന്നു. എന്നാൽ സ്ട്രോങ് ബിൽഡ് ഗ്ലാസ് ചവിട്ടി കഴിഞ്ഞാൽ ഒന്നും തന്നെ സംഭവിക്കില്ല. അങ്ങനെ ഈ ഒരു ടെമ്പററി ഗ്ലാസും സ്ട്രോങ് ബിൽഡ് ഗ്ലാസുമായിരുന്നു ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഏറ്റവും അറ്റം തൊട്ടിട്ട് മറ്റേ അറ്റം വരെ മുഴുവനായിട്ടും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഫെയ്ത്ത് തീരുമാനിച്ചിട്ട് ഏറ്റവും അറ്റത്തെത്തുന്ന ഏറ്റവും നല്ല പ്ലെയേഴ്സ് ആയിരിക്കും ഈ ഒരു ഗെയിമിൽ നിന്നും സെലക്ട് ആയി പോകുന്നത്. അപ്പോൾ ഇതായിരുന്നു ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഒന്നാമത്തെ പ്ലെയർ ആയിട്ട് ആദ്യത്തെ ഗ്ലാസ് ചവിട്ടുമ്പോഴൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ രണ്ടാമത്തെ ഗ്ലാസ് ചവിട്ടുന്ന സമയത്ത് അത്
അതൊരു ടെമ്പററി ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ആ ഗ്ലാസ് പൊട്ടിപ്പോവുകയും അയാൾ നിലത്ത് വീണ് ചാവുകയും ചെയ്യുന്നു. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ പ്ലെയർ ആകട്ടെ വളരെ സ്പീഡായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അയാൾ ഗ്ലാസ് പൊട്ടിപ്പോവുകയും അയാളും ഇതുപോലെ തന്നെ മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം വരുന്ന മൂന്നാമത്തെ പ്ലെയർ ആകട്ടെ അയാൾ കുറച്ച് ദൂരം പോയതിനു ശേഷം അവിടെ ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ അയാൾ ഒട്ടും സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെക്കുന്നില്ല. അപ്പോൾ അയാളുടെ പിന്നിൽ വന്ന മറ്റൊരു പ്ലെയറിന് ദേഷ്യം വന്നിട്ട് അയാളോട് പോകാനായിട്ട് പറഞ്ഞ് തള്ളുന്നുണ്ട്. എന്നാൽ ഈ തള്ളുന്ന ആളാകട്ടെ വഴുക്കിയിട്ട് മറ്റൊരു ഗ്ലാസ്സിന് വീണ് അയാൾ മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാകട്ടെ ദൈവത്തോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അയാളുടെ തൊട്ട് പിന്നാലെ വന്ന മറ്റൊരു പ്ലെയർ ഈ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളെ തൊട്ട് മുന്നിലുള്ള ഗ്ലാസ്സിലേക്ക് തള്ളിയിട്ട് അയാളിനെ കൊന്നു കളയുകയും ചെയ്യുന്നു. അതിനുശേഷം അയാൾ വേഗം ചാടി പോകുന്നുണ്ട്. എന്നാൽ അയാളും മറ്റൊരു സ്റ്റേജിൽ വെച്ചിട്ട് അയാളും ഗ്ലാസ് പൊട്ടിയിട്ട് മരിച്ചു പോവുകയാണ് ഉണ്ടായിരുന്നത്. ഇനി വരുന്ന അടുത്ത പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഡിയോക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഗാങ്സ്റ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവന് വളരെയധികം ടെൻഷനാണ് ഉണ്ടായിരുന്നത്. കാരണം അവന് മുമ്പിൽ ഇനിയും ഒത്തിരിയധികം ഗ്ലാസുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ തൊട്ട് പിന്നിലുള്ള പ്ലെയറിനോട് വേഗം അവൻ്റെ മുന്നിലേക്ക് പോകാനായിട്ട് പറയുന്നു. അപ്പോൾ അവൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ അവനോട് പിടിച്ച് ഉന്തുന്നുണ്ട്. അങ്ങനെ അയാൾ മുന്നിലേക്ക് വീണ് ചാവുകയാണ് ഉണ്ടായിരുന്നത്. ഇതിനുശേഷം കാണിക്കുന്ന ആ ഒരു VIPസിനാണ്. ഇപ്പോൾ ആ ഒരു VIP നമ്മുടെ ജുൻഹോനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു VIP ആയിട്ട് നമ്മുടെ ജുൻഹോനോട് അവൻ്റെ മാസ്ക് വരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജുൻഹോ ആകട്ടെ അത് ചെയ്യുന്നില്ല. കാരണം അവൻ മാസ്ക് കോരി കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും വരെ മനസ്സിലാവുകയും ഓൺ സ്പോട്ടിൽ തന്നെ അവന് കൊന്നു കളയാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജുൻഹോ വന്നിട്ട് അയാളുടെ അടുത്ത് പ്രൈവറ്റ് ആയിട്ട് ആ റൂമിലേക്ക് വരാനായിട്ട് പറയുന്നു. അങ്ങനെ നമ്മുടെ ജുൻഹോയും അതുപോലെ തന്നെ ആ ഒരു VIPയും കൂടിയിട്ട് ആ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ഈ ഒരു VIP ആയിട്ട് ആ ഡ്രസ്സൊക്കെ ഊരിയിട്ട് നമ്മുടെ ജുൻഹോനോട് അവൻ്റെ ഡ്രസ്സ് വരാനായിട്ട് പറയുന്നു. ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ ജുൻഹോ ആകട്ടെ അവൻ്റെ മാസ്ക് ഊരിയിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കണ്ണെടുത്തിട്ട് ഇയാളുടെ നേരെ ചൂണ്ടിയിട്ട് പറയുകയാണ്, മര്യാദയ്ക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് മുഴുവനായിട്ട് സത്യത്തോടെ പറയാനായിട്ട് പറയുന്നു. അതിനുശേഷം ആ ഒരു ഫോണിൽ വീഡിയോ ഓൺ ആക്കിയിട്ട് അയാളുടെ ഫോണിൽ നേരെ ചൂണ്ടിയിട്ട് അയാളുടെ അടുത്ത് പറയാനായിട്ട് പറയുന്നുണ്ട്. ഇതേ സമയം വീണ്ടും ആ ഒരു ഗെയിമിൽ കാണിക്കുകയാണ്. അവിടെ വെച്ച് നമ്മൾ ഡിയോക്സ് ആയിട്ട് അവൻ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് ആ ഒരു മിന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയായിരിക്കും. അപ്പോൾ ആ ഒരു മിന്നുവിനോട് മുൻപിൽ കയറി പോകാനായിട്ട് പറയുന്നു. അങ്ങനെ മിന്നു ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് മുന്നോട്ട് പോകാതെ നമ്മുടെ ഡിയോക്സ് നിൽക്കുന്ന അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ നിൽക്കുന്നു. എന്നിട്ട് നമ്മൾ ഡിയോക്സിനെ മുറുകെ പിടിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞില്ല, ഞാൻ എൻ്റെ ശരീരം മുഴുവനായിട്ട് നിനക്ക് തന്നിട്ട് നീ എന്നെ സ്വീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡിയോക്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇനി മരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നിലേക്ക് അവർ രണ്ടുപേരും കൂടിയിട്ട് അവർ രണ്ടുപേരും മുറുകെ പിടിച്ചുകൊണ്ട് താഴേക്ക് വീഴുകയാണ്. എന്നാൽ വീഴുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഡിയോക്സ് ആയിട്ട് നമ്മുടെ മിന്നുവിൻ്റെ കൈയൊക്കെ വേർപ്പെടുത്താൻ ശ്രമിച്ചത് നമ്മുടെ മിന്നുമായിട്ട് വളരെ ടൈറ്റ് ആയിട്ടായിരുന്നു അവൻ്റെ അരക്കെട്ടിൽ പിടിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിന്നു താഴത്തേക്ക് ചാടുന്ന സമയത്ത് നമ്മുടെ ഡിയോക്സും ആ ഒരു ഗ്ലാസ് പൊട്ടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി താഴെ വീണ് ചാവുകയാണ് ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ബാക്കി 4 പ്ലേയേഴ്സ് മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അതായത് ഒരു വയസ്സായിട്ടുള്ള മനുഷ്യനും അതുപോലെ തന്നെ നമ്മുടെ സാങ്ങും സൈബയൊക്കും അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റുള്ള നമ്മുടെ ജീവനും മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു വയസ്സായിട്ടുള്ള ആളാകട്ടെ ഈ ഒരു ഗ്ലാസ് ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതാണ് സ്ട്രോങ് ബിൽഡ് ഗ്ലാസ് അതുപോലെ തന്നെ ഡ്യൂപ്ലി ഗ്ലാസ് എന്നൊക്കെ അയാൾക്ക് നല്ല പോലെ അറിയാവുന്നതാണ്. അപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ മുകളിലേക്ക് വരുന്ന ഈ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ നോക്കിയിട്ട് ഈ ഒരു സ്ട്രോങ് ബിൽഡ് ഗ്ലാസ് ആണെങ്കിൽ നല്ല പോലെ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ടെമ്പററി ഗ്ലാസ് ആകട്ടെ വളരെ മങ്ങിച്ച പോലെ ആയിരിക്കും ഈ ഒരു റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവുകയും അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്ലാസുകൾ വളരെ ഈസി ആയിട്ട് തന്നെ കടന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ കാണുന്ന നമ്മുടെ VIPs ആകട്ടെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഓവർസിയറിനോട് പറയുകയും അങ്ങനെ നമ്മുടെ ഓവർസിയർ വന്നിട്ട് ഈ ഒരു റൂമിലുണ്ടായിരുന്ന ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വയസ്സായിട്ടുള്ള ആൾക്ക് തൊട്ട് മുമ്പിൽ വെറും 2 ഗ്ലാസ് മാത്രം ബാക്കി നിൽക്കുക അയാൾക്ക് അങ്ങോട്ട് ചാടി കടക്കാൻ അത് പറ്റുന്നില്ല. കാരണം ഈ റിഫ്ലക്ഷൻ നോക്കിയിട്ടായിരുന്നു അയാൾ ഈ 2 ഗ്ലാസുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമുവിന് ദേഷ്യം വന്നിട്ട് ഈ ഒരു വയസ്സായിട്ടുള്ള ആളെ മുൻപിലേക്ക് തള്ളിയിടുന്നുണ്ട്. അങ്ങനെ അയാൾ ഒരു ടെമ്പററി ഗ്ലാസ്സിലേക്കായിരുന്നു വീണിട്ടുണ്ടായത്. അങ്ങനെ അയാൾ അത് താഴ്ത്തി പൊട്ടിയിട്ട് അയാൾ നിലത്ത് വീണ് ചാവുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ സാമു ആവട്ടെ ഈ അവസരം മുതലാക്കി ഒറിജിനൽ ഗ്ലാസ്സിൽ ചവിട്ടിയിട്ട് ഈ ഗെയിം പാസ്സാവുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഫ്യൂ സെക്കൻഡ്സിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ സൈബയാക്കും ഗീഹുവിന് കൂടിയിട്ട് ഈ ഒരു സാമു പോയ അതേ വഴിക്ക് തന്നെ ചാടിയിട്ട് ആ ഒരു ഗെയിം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് തന്നെ ഈ ഒരു ഗ്ലാസുകൾ അതായത് ആ ഒരു ഒറിജിനൽ ഗ്ലാസുകൾ അടക്കമുള്ള എല്ലാ ഗ്ലാസുകളും ആ റൂമിൽ വെച്ചിട്ട് പൊട്ടിച്ചിതറുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ നിൽക്കുന്ന ആരെങ്കിലും ആവട്ടെ അവർ നിലത്ത് വീണ് ചാവാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഗ്ലാസുകൾക്ക് ഇപ്പോൾ പൊട്ടിച്ചിതറുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗെയിം പാസ്സായിട്ടുള്ള നമ്മുടെ ജീവനും സാങ്കുവിനൊക്കെ വളരെയധികം പരിക്കൊക്കെ പറ്റുന്നുണ്ട്. കാരണം ഈ ഗ്ലാസിന് ചില്ലും കഷ്ണങ്ങളൊക്കെ വന്നിട്ട് മേത്ത് കൊണ്ട് കോരിട്ട് നല്ലപോലെ പരിക്ക് പറ്റുന്നു. എന്നാൽ അതേസമയം നമ്മുടെ സൈബിയോക്കിനാകട്ടെ വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കാണ് പറ്റുന്നത്. ഇതേസമയം ആ ഓവർസിയർ ആകട്ടെ ഒരു സ്റ്റാഫ് മെമ്പറോട് ആ റൂമിൽ പോയിട്ട് ആ ഒരു VIPയും അതുപോലെ തന്നെ ആ ഒരു വെയിറ്ററും എന്താണ് ചെയ്യണമെന്നൊക്കെ നോക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ആ ഒരു സ്റ്റാഫ് മെമ്പർ അവിടെ പോയി നോക്കുന്ന സമയത്ത് അവർ രണ്ടുപേരെയും കാണുന്നുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഒരു ഓക്സിജൻ സിലിണ്ടറും മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഓവർസിയർക്കാകട്ടെ നല്ലപോലെ ഡൗട്ട് തോന്നുകയും അവർ അന്വേഷിച്ചിട്ട് ഒരു ബോട്ടിൽ കയറിയിട്ട് ആ ഒരു സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്ന ആ ഒരു 3 പ്ലേയേഴ്സിനെയാണ്. അവർ 3 പേര് ഇപ്പോൾ ആ റൂമിൽ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ 3 ബെഡ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ നമ്മുടെ ജീവൻ വന്നിട്ട് നമ്മുടെ സാമുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ ഒരു വയസ്സായിട്ടുള്ള മനുഷ്യൻ നമ്മൾ ഇത്രയധികം സഹായിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് അയാളെ കൊന്നതെന്നൊക്കെ നമ്മുടെ സാമുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ സാമു പറയുകയാണ്, നിങ്ങൾ ശരിക്കും എന്നോട് നന്ദി പറയണം, ഞാൻ ആ ഒരു വൃത്തിയായിട്ട് പണി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ ഒരു ഗെയിം തോറ്റുപോയേനെ എന്നൊക്കെ നമ്മുടെ സാമു വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്. അത് നമ്മുടെ ജീവനായിട്ട് ഈ ഒരു സാമുവിൻ്റെ സ്വഭാവം തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം നമ്മുടെ സൈബിയോക്കാകട്ടെ അവിടെ ആ ഒരു ഗുരുതരമായ പരിക്കുകാരൻ ഒരു ബെഡിൽ ഇരുന്നിട്ട് ഇവരെന്താണ് ചെയ്യണമെന്നൊക്കെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് 3 സ്റ്റാഫ് മെമ്പേഴ്സ് വന്നിട്ട് കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, കൺഗ്രാജുലേഷൻ, നിങ്ങൾ 6ാമത്തെ ഗെയിമിലേക്ക് സെലക്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മാനം മേടിച്ചിട്ട് രാത്രി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തേക്ക് വരാനൊക്കെ പറയുന്നു. ഇതിനുശേഷം കാണിക്കുന്ന നമ്മുടെ സൈബിയോക്കാകട്ടെ അവിടെ ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് ഇപ്പോൾ ടോയ്ലറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് അവൾ ഡ്രസ്സ് ഊരി നോക്കുന്ന സമയത്ത്
വലിയൊരു ചില്ലും കഷ്ണമാകട്ടെ നേരത്തെ ആ ഒരു ചില്ലും ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്നും വലിയൊരു ചില്ലും കഷ്ണമാകട്ടെ അവൾ വയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ കുത്തി കയറി ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അവളായിട്ട് ആ ഒരു വേദന സഹിച്ചുകൊണ്ട് ആ ഒരു ഗ്ലാസ് അവിടെ നിന്ന് മൂരിയെടുക്കുന്നു. എന്നിട്ട് അവളുടെ ബനിയൻ ഉപയോഗിച്ച് അവിടെ കെട്ടിയിടുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പെട്ടി തുറന്ന് നോക്കുന്ന സമയത്ത് അതിൽ അവിടെ ഒരു ഫാൻസി ഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ആ ഒരു ഫാൻസി ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവർ പറയുന്ന ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ 3 പേരും ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തേക്ക് വരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ ആയിരിക്കും, ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും ആ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരിക്കുക. അങ്ങനെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിന് 3 സൈഡിലായിട്ട് ഇവർ 3 പേരും ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ലാവിഷ് ആയിട്ടുള്ള ഫുഡൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. അങ്ങനെ ആ ഒരു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സാവും അതുപോലെ തന്നെ നമ്മുടെ ജീവനാകട്ടെ ഇത്രയും കാലം ഇത്രയധികം ലാവിഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാത്ത കാരണം വളരെയധികം ആർത്തി പിടിച്ചിട്ടായിരിക്കും ആ ഒരു ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ നമ്മുടെ സൈബിയൊക്കെ ആകട്ടെ ആ ഒരു മുറിവ് പറ്റിയ കാരണം അവർക്ക് അധികം ഒന്നും കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ആ ഒരു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആ ഒരു സ്റ്റാഫുകളൊക്കെ വന്നിട്ട് അവർ ക്ലീൻ ചെയ്തതിന് ശേഷം ഓരോ കത്തികൾ അവരുടെ മുന്നിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഈ ജുൻഹോ എന്ന് പറഞ്ഞ ആ ഒരു പോലീസ് തന്നെയാണ്. അവനാകട്ടെ ഇപ്പോൾ ആ ഒരു ദ്വീപിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് ഇപ്പോൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് അവൻ്റെ ഫോണിൽ വെച്ച് നല്ലൊരു റേഞ്ച് കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവൻ ആ ഒരു എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഓവർസീസും അതുപോലെ തന്നെ ആ ഒരു സ്റ്റാഫുകളൊക്കെ കൂടിയിട്ട് ഇവനെ കണ്ടുപിടിക്കുകയും ഇവനെ വളഞ്ഞിട്ട് പൂട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ഇവൻ ഏറ്റവും ഒരു ക്ലിഫിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അതായത് ആ ഒരു ക്ലിഫിൻ്റെ താഴെ വീണ് കഴിഞ്ഞാൽ ഇവൻ ആ ഒരു കടലിൽ വീണ് ചാവുന്നതായിരിക്കും. അവന് വേറെ വഴികളൊന്നും ഉണ്ടായിരിക്കില്ല. അവന് തൊട്ടുമില്ലായിട്ട് അത്രയധികം സ്റ്റാഫുകളായിരിക്കും. അതിനോടൊപ്പം ആ ഒരു ഓവർസീറും അവിടേക്ക് കടന്നു വരുന്നു. അപ്പോൾ അവനാകട്ടെ അവൻ്റെ കയ്യിലൊരു ഗണ്ണെടുത്തിട്ട് ആ ഒരു ഓവർസീറിന് നേരെ ചൂണ്ടിയിട്ട് പറയും, ഇനി നിങ്ങളൊരു എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യുമെന്നൊക്കെ പറയുന്നു. എന്നാൽ നമ്മുടെ ഓവർസീറായിട്ട് അതൊന്നും മൈൻഡ് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ജുൻഹോ എന്ന് പറഞ്ഞ ആ ഒരു പോലീസാനാട്ടെ അവൻ്റെ കയ്യിലുള്ള ആ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഓവർസീറിൻ്റെ ഷോൾഡറിലായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ഓവർസീറായിട്ട് അവൻ്റെ മാസ്ക് ഒക്കെ ഊരിയിട്ട് നമ്മുടെ ജുൻഹോൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജുൻഹോ ആകട്ടെ അത് കാണുന്ന സമയത്ത് വളരെയധികം ഞെട്ടിപ്പോകുന്നു. കാരണം അവൻ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ സ്വന്തം ചേട്ടൻ ഇൻഹോ എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വന്തം ചേട്ടനായിരുന്നു ഇപ്പോൾ അവൻ്റെ തൊട്ട് മുന്നിലായിട്ട് ആ ഒരു ഓവർസീറായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു ഓവർസീറായിട്ട് അവൻ്റെ കയ്യിലൂടെ ഒരു ഗണ്ണെടുത്തിട്ട് നമ്മൾ ഈ ജുൻഹോ എന്ന് പറഞ്ഞ പോലീസുകാരനെ ഒരു ദാക്ഷിണ്യം കൂടാതെ വെടിവെച്ച് താഴേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇൻഹോക്കാകട്ടെ നല്ലധികം വിഷമമുണ്ട്. എന്നാൽ അവൻ അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇതിനുശേഷം കാണിക്കുന്ന ആ ഒരു 3 പ്ലേയേഴ്സിന് ഇപ്പോൾ രാത്രിയായി കഴിഞ്ഞിരിക്കുകയാണ്. അവരായിട്ട് അവരുടെ റൂമിൽ പരമാവധി ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മുടെ ജീഹോനാകട്ടെ അവനിപ്പോൾ ആ ഒരു സൈബിയോക്കിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാനൊക്കെ വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ സൈബിയോക്കാകട്ടെ കരുതുന്നത് ജീഹോൻ അവനെ കൊല്ലാനാണ് വരുന്നതെന്ന് കരുതിയിട്ട് അവളുടെ കയ്യിലുള്ള ആ കത്തി എടുത്ത് ഡിഫൻസിനൊക്കെ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീഹോൻ വന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി വന്നല്ല എന്നൊക്കെ പറയുന്ന സമയത്താണ് ആ ഒരു സൈബിയോക്ക് അവളുടെ കത്തി പിന്നോട്ട് വലിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീഹോൻ വന്നിട്ട് അവളുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയും, നമുക്ക് 2 പേർക്ക് ഇനി ഒരുമിച്ച് വർക്ക് ചെയ്താലോ എന്ന് ചോദിക്കുന്നു. കാരണം അവന് നമ്മുടെ സാംഗുവിന് തീരെ വിശ്വാസമില്ലാത്ത കാരണമാണ് അവൻ വന്നിട്ട് നമ്മുടെ സൈബിയോക്കിനോട് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൈബിയോക്ക് ഇവനോട് ചോദിക്കും, നീ ഒരു ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ജീഹോൻ വന്നിട്ട് അവൻ്റെ അമ്മയുടെ കാര്യം അതുപോലെ തന്നെ അവൻ്റെ മകളുടെ കാര്യം അവൻ്റെ ഈ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു സൈബിയോക്കിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സൈബിയോക്ക് വന്നിട്ട് അവളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അവളുടെ അനിയൻ ഈ ഒരു ഇതുപോലെ ഓർഫനേജിലാണെന്നും അവരെയൊക്കെ പുറത്തിറക്കണമെങ്കിൽ ഒത്തിരിയധികം കാശ് വേണമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവൻ്റെ അടുത്തും പറയുന്നു. അപ്പോൾ അവർ തമ്മിലൊരു ഡീലായിരിക്കും. അതായത് ഈ ഒരു ഗെയിം ജയിക്കുന്ന ആളായിരിക്കും അവർ 2 പേരെ ഫാമിലിയെയും രക്ഷിക്കാമെന്നൊരു ഡീലിൽ 2 പേരും എത്തുന്നു. അപ്പോൾ ഇതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജീവനാകട്ടെ ആ ഒരു ഡീൽ ഉറപ്പിച്ചതിന് ശേഷം സാംഗുവിനെ കൊല്ലാനൊക്കെ ആയിട്ട് അവിടെ നിന്നും എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ അവൻ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് നമ്മുടെ സൈബിയോക്കാരുടെ വിളിച്ചിട്ട് പറയും, അവൻ ഇപ്പോൾ കൊല്ലണ്ട, നമുക്ക് അടുത്ത ഗെയിമിൽ വെച്ച് കൊല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ആവശ്യമായിട്ട് നമ്മുടെ ജീവനെ തിരിച്ച് വിളിക്കുന്നുണ്ട്. അങ്ങനെ അവൻ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മുടെ സൈബിയോക്കിൻ്റെ അരക്കട്ടിൽ നിന്നും ഒത്തിരിയധികം ബ്ലഡ് വരുന്നതൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു ജീവൻ കാണുന്നുണ്ട്. അപ്പോൾ അവൻ ഒത്തിരിയധികം ടെൻഷനായിട്ട് അവളുടെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് ഈ ഒരു നടന്ന സംഭവങ്ങളൊക്കെ പറ്റി അവൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വളരെയധികം ടെൻഷനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡോറിൻ്റെ അവിടെ പോയിട്ട് തട്ടിയിട്ട് അലറി വിളിക്കാനൊക്കെ തുടങ്ങുന്നു. വേഗം വായി രക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പോൾ കുറച്ച് സ്റ്റാഫുകൾ അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റാഫുകൾ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഈ ഒരു ഡെഡ് ബോഡീസ് കൊണ്ടുപോകാനുള്ള ഒരു ബോക്സും കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവൻ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അവൻ നേരെ ആ ഒരു സൈബിയോക്കിൻ്റെ ബെഡിൻ്റെ അവിടേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ സാംഗു ആവട്ടെ കത്തി കൈപിടിച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ട് നമ്മുടെ ജീവൻ കാണുന്നു. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് നമ്മുടെ സാംഗു വന്നിട്ട് ഈ ഒരു സൈബിയോക്ക് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടീനെ ഇപ്പോൾ കൊന്നു കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവനാവട്ടെ വളരെയധികം ദേഷ്യം വരുന്നു. അവൻ്റെ ദേഷ്യം അടക്കി പിടിക്കാൻ പറ്റാതെ ഈ ഒരു സാംഗു എന്ന് പറഞ്ഞ ആ ഒരു വായനെ കൊല്ലാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അവൻ കൊല്ലാൻ നോക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ഗാർഡ്സ് വന്നിട്ട് നമ്മുടെ ഈ 2 പേരെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നു. കാരണം ആ ഒരു ഫൈനൽ ഗെയിം ഇവർ 2 പേരും കളിച്ചേ മതിയാകും. അതുകൊണ്ടാണ് ഇവർ 2 പേരും ആ ഒരു ഗാർഡ്സ് ഒക്കെ വന്നിട്ട് മാറ്റി നിർത്തുന്നത്. ഇതിനുശേഷം ആ ഒരു സ്റ്റാഫുകൾ എല്ലാവരും കൂടിയിട്ട് ഈ ഒരു സൈബിയോക്കിൻ്റെ ബോഡി അവിടെ നിന്നും ആ ഒരു പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഒരു ബ്ലാസ്റ്റിംഗ് ഫർണസിൽ കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള 2 പ്ലേയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീഹൂനും സാംഗുവും മാത്രമായിരിക്കും. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. തുടർന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇവർ 2 പേരും ആരാണ് ജയിക്കാൻ പോകുന്നത്, ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാശ് മുഴുവനായിട്ട് കിട്ടുമോ, അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഓർഗനൈസർ ആരാണ്, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തുടർന്ന് ഈ ഒരു സീരീസിന് തന്നെ അടുത്തുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.